നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ പിന്തുണച്ചത് ആരെയെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കെ മുരളീധരൻ. വി.ഡി. സതീശനെ തന്നെയാണ് താൻ പിന്തുണച്ചതെന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനെ മുരളീധരൻ പരിഹസിച്ചു. പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 102 സീറ്റ് UDF-ന് കിട്ടി. പിണറായി പ്രതിപക്ഷ നേതാവാകുമ്പോൾ അടുത്ത തവണ UDF തൂത്തുവാരും. പിണറായി പ്രതിപക്ഷ നേതാവാകുന്നതാണ് UDF-ന് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തല ക്യാബിനറ്റിലേക്ക് വരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് മുരളീധരൻ പറഞ്ഞു. ചെന്നിത്തലയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പാണക്കാട് തലയിൽ മുണ്ടിട്ട് പോയവരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു. UDF എന്തായാലും നേരിട്ട് തന്നെയാണ് പാണക്കാട് പോയിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം മന്ത്രിസഭയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യും പ്രതികരിച്ചു. എന്നാൽ അതിന്റെ അവസാന തീരുമാനം ചെന്നിത്തലയുടേതാണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനങ്ങളും അവസരങ്ങളും നൽകിയെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി എല്ലാ അംഗീകാരങ്ങളും നൽകി. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ടത് മുഖ്യമന്ത്രിയാണ്. KC-യുടെ പ്രതികരണം ആത്മാർത്ഥമായിരുന്നു. രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ വൈകിയത് അദ്ദേഹത്തിന്റെ ശൈലിയാണ്, രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതികരിക്കാതിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോഴും മൗനം വെടിഞ്ഞിരിക്കുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി V.D. സതീശൻ ആശംസകൾ നേരുന്നതായി ചെന്നിത്തല പറഞ്ഞു. UDF പ്രവർത്തകർ സതീശനൊപ്പം ഉണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിസഭയിൽ ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 വർഷത്തെ ഇടത് ദുർഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ജനവിധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. V.D. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടുകൂടി കടുത്ത അതൃപ്തിയിലായിരുന്നു രമേശ് ചെന്നിത്തല. സതീശനാണ് മുഖ്യമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചതിന് പിന്നാലെ വീടിന്റെ പിന്നിലെ വഴിയിലൂടെ പുറത്തേക്ക് പോയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. പകരം V.D. സതീശന് പിന്തുണ അറിയിച്ച് കത്ത് നൽകുകയാണ് ചെയ്തത്.